Hi all, welcome to our new session. Today we are going to talk about a poem. It is an inspirational poem. The name of our poem is If. It was written by Rudyard Kipling. So we must know something about the author, our poet. So move on to the class. So Rudyard Kipling. Rudyard Kipling was a British writer and born in India. Yes, he is born in British India, known for works like The Jungle Book and Kim, for which he received the 1907 Nobel Prize in Literature. So he was winner, right? Nobel Prize winning ആയിട്ടുള്ള ജംഗിൾ ബുക്ക് നമുക്കൊക്കെ അറിയാവുന്ന നമ്മുടെ മൗഗ്ലിയുടെ കഥ പറഞ്ഞു തന്ന ജംഗിൾ ബുക്കിന്റെ റൈറ്റർ കൂടിയാണ് റെഡിയാർഡ് കിപ്ലിംഗ്. So the Jungle Book, 1894, has made him known and loved by children throughout the world, especially thanks to Disney's 1967 film adaptation. So ആ ബുക്കിനേക്കാൾ നമുക്കൊക്കെ പരിചിതം ഡിസ്നിയുടെ ഫിലിം അഡാപ്റ്റേഷൻ വന്നപ്പോഴാണ് നമ്മൾ മൗഗ്ലിയെ തിരിച്ചറിയുന്നത്. സോ മേ ബി നിങ്ങൾക്ക് റെഡിയാർഡ് കിപ്ലിംഗ് എന്നുള്ള പേര് ഫെമിലിയർ ആയിരിക്കില്ല. ഈ ഇഫ് എന്ന് പറയുന്ന പോയം പഠിക്കുമ്പോഴായിരിക്കാം നിങ്ങൾ ഇദ്ദേഹത്തിന്റെ പേരിലൂടെ അല്ലെങ്കിൽ പേര് കേൾക്കുന്നത്. ജംഗിൾ ബുക്കിന്റെ റൈറ്റർ കൂടിയാണ് അദ്ദേഹം എന്നുള്ളത് സംതിങ് ഒരു പോയിന്റ് ആഡ് ചെയ്യുന്ന തരത്തിലുള്ള ഒന്നാണ്. സോ യു മസ്റ്റ് കീപ് ഇൻ മൈൻഡ്. സോ ദ മെയിൻ തീം ഓഫ് റെഡിയാർഡ് കിപ്ലിംഗ്സ് പോയം ഇഫ് ഈസ് ഹൗ ടു അച്ചീവ് ട്രൂ മാൻഹുഡ് and a virtuous, balanced life by cultivating qualities like patience, integrity, self-control, humility through all of life's challenges. So, ഒരു പെർഫെക്റ്റ് മാൻ ആവാൻ വേണ്ട അല്ലെങ്കിൽ ഒരു മാൻഹുഡിലേക്ക്, ഒരു മെച്യൂർ പേഴ്സണിലേക്ക്, ഒരു വെർച്വസ് ആയിട്ടുള്ള ഒരു പേഴ്സണിലേക്കുള്ള ലൈഫ്, ഒരു ബാലൻസ്ഡ് ലൈഫ് എങ്ങനെ കൾട്ടിവേറ്റ് ചെയ്യാം, ഏതൊക്കെ ക്വാളിറ്റീസ് ആണ് അതിന് വേണ്ടത്? യു ഷുഡ് ഹാവ് പേഷ്യൻസ്, അല്ലെ, ക്ഷമ വേണം. ഇന്റഗ്രിറ്റി, സെൽഫ് കൺട്രോൾ, ആത്മനിയന്ത്രണം വേണം. അതുപോലെ ആര് കണ്ടാലും കണ്ടില്ലെങ്കിലും തെറ്റ് ചെയ്യില്ല എന്നുള്ള ആ ഒരു ഇന്റേണൽ ആയിട്ടുള്ള ഒരു ഫീലിംഗ്, അതാണ് ശരിക്കും ഇന്റഗ്രിറ്റി. ആൻഡ് ഹ്യൂമിലിറ്റി ത്രൂ ഓൾ ഓഫ് ലൈഫ് ചലഞ്ചസ്. എല്ലാവരോടുമുള്ള നമ്മളുടെ ആ ഒരു ആർദ്രമായ പെരുമാറ്റം അല്ലെങ്കിൽ വിനയത്തോടു കൂടിയുള്ള പെരുമാറ്റം, ഇതൊക്കെ ഒരു പെർഫെക്റ്റ് മാനിന് വേണ്ട ക്വാളിറ്റീസ് ആണ്. The poem offers guidance on responding to adversity, success, and the opinions of others with inner strength and resilience, enabling one to become a complete and mature person. So throughout the poem, അദ്ദേഹത്തിന്റെ മകന് കൊടുക്കുന്ന അഡ്വൈസസ് ആണ്, ഉപദേശങ്ങളുടെ രൂപത്തില്. ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും പറഞ്ഞാൽ അത് കേൾക്കാത്ത ഒരു അഡോളസന്റ് ഏജ് ആണ് നിങ്ങളുടേത്. എന്നാലും ഇഫ് എന്ന് പറയുന്ന പോയത്തിലൂടെ വളരെ സിംപ്ലിഫൈഡ് ആയിട്ട് ഒരു ഫാദർ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ മകന് അഡ്വൈസസ് കൊടുക്കുന്നത് ടു നീ വളർന്ന് വലുതാകുമ്പോൾ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ആളാവാൻ വേണ്ടി, ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ആളാവാൻ വേണ്ടി യു ഷുഡ് കീപ് ഓൾ ദീസ് ക്വാളിറ്റീസ് വിത്ത് യു. അത് വളരെ വണ്ടർഫുൾ ആയിട്ട് പറഞ്ഞിട്ടുള്ള പോയമാണ്. സോ നമുക്ക് നമ്മുടെ പോയത്തിലേക്ക് കിടക്കാം. സോ വൺ ഓഫ് ദ ബെസ്റ്റ് ചാപ്റ്റേഴ്സ് ദാറ്റ് യു ഹാവ് in your text, അതാണ് ഇഫ്. നമുക്ക് ഇഫിലേക്ക് നോക്കാം. So the poem begins here. If by Rudyard Kipling. Your poem starts like this. If you can keep your head when all about you are losing theirs and blaming it on you. If you can trust yourself when all men doubt you, but make allowance for their doubting too. If you can wait and not be tired by waiting, or being lied about, don't deal in lies. Or being hated, don't give way to hating. And yet, don't look too good, nor talk too wise. So, if എന്ന് പറയുന്ന ഒരു എങ്കിൽ ഇത് നീ ചെയ്താൽ എന്നുള്ള അർത്ഥത്തില് ഇഫ് എന്ന് പറയുന്ന ഒരു കണ്ടീഷണൽ സെന്റൻസ് ആയിട്ട് നമ്മൾ പഠിക്കാറുണ്ട്, അല്ലെ, ഗ്രാമറിൽ. സോ ഒരു കണ്ടീഷണൽ ഫുൾഫിൽമെന്റിനെ കുറിച്ച് പറയുന്ന ഒരു പോയം കൂടിയാണ് നമ്മുടെ ഇഫ് എന്ന് പറയുന്ന ഈ ഒരു പോയം. സോ ഫ്രം ദി വെരി ബിഗിനിങ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊന്ന്, ഇഫ് ഈസ് എ ഡൈഡാക്ടിക് പോയം വിച്ച് സജസ്റ്റ് ദ ഐഡിയ ഓഫ് കണ്ടീഷണൽ ഫുൾഫിൽമെന്റ്സ്
where the poet describes the traits of a perfect man. സോ ഇവിടെ കണ്ടീഷണൽ ഫുൾഫിൽമെന്റുകൾ നിർത്തുന്നുണ്ട്. ഒരു ഡൈഡാക്ടിക് പോയമാണ് ഇഫ്. What do you mean by didactic poem? Didactic means a poem to teach something. അതിന്റെ റീഡേഴ്സിനെ എന്തെങ്കിലും ഒന്ന് പഠിപ്പിക്കാൻ ഉദ്ദേശിച്ച് പോയിട്ട് എഴുതിയിട്ടുള്ള ഒരു പോയമാണ് ഇഫ്. അതുകൊണ്ടാണ് ഇറ്റ്സ് എ ഡൈഡാക്ടിക് പോയം എന്ന് നമ്മൾ പറയുന്നത്. സോ വെരി ബിഗിനിങ്ങിൽ തന്നെ അദ്ദേഹത്തിന്റെ മകന് അഡ്വൈസ് ആയിട്ട് കൊടുക്കുന്ന ഒരു സെന്റൻസ് നമുക്ക് നോക്കാം. ഇഫ് യു ക്യാൻ കീപ് യുവർ ഹെഡ് വെൻ ഓൾ അബൌട്ട് യു ആർ ലൂസിംഗ് ദെയർസ് ആൻഡ് ബ്ലെയിമിംഗ് ഇറ്റ് ഓൺ യു. സോ നമ്മുടെ കാംനെസിനെ കുറിച്ച്, നമ്മളുടെ സെൽഫ് കോൺഫിഡൻസ് അല്ലെങ്കിൽ സെൽഫ് കോൺഫിഡന്റ് ആയിട്ട് ഇതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചൊക്കെ പറയുന്ന ഒരു വരിയാണിത്. ഇഫ് യു ക്യാൻ കീപ് യുവർ ഹെഡ്, അല്ലെ, തെറ്റ് ചെയ്തു എന്ന് മറ്റുള്ളവർ ബ്ലെയിം ചെയ്യുന്ന സമയത്ത് അറിയാതെ നമ്മുടെ തല കുനിയാറുണ്ട്. അങ്ങനെ നിങ്ങൾ ചെയ്യാത്ത തെറ്റിന് ഒരു കാരണവശാലും നിങ്ങളുടെ തല കുനിയാൻ പാടില്ല. അതാണ് പോയിട്ട് പറഞ്ഞു വെക്കുന്നത്. മകനോട് പറയുന്നു, മെയിൻറ്റെയിൻ യുവർ കാംനെസ് when all around you have lost theirs and blame you for the situation. നിങ്ങളെ ആ കാരണം അല്ലെങ്കിൽ തെറ്റ് നിങ്ങൾ തന്നെയാണ് ചെയ്തതെന്ന് മറ്റുള്ളവരൊക്കെ നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന സമയത്ത്, ബ്ലെയിം ചെയ്യുന്ന സമയത്ത്, യു ഷുഡ് കീപ് യുവർ ഹെഡ്. നിങ്ങൾ കാമായിട്ട് വളരെ ക്ഷമയോടെ കാത്തിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ സെൽഫ് കോൺഫിഡൻസ് വിട്ട് കളയാതെ ഇരിക്കണം. ഇഫ് യു ക്യാൻ ട്രസ്റ്റ് യുവർ സെൽഫ് വെൻ ഓൾ മെൻ ഡൗട്ട് യു, എല്ലാവരും നിങ്ങളെ ഡൗട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോഴും നിങ്ങൾക്ക് ആ ഒരു സെൽഫ് എസ്റ്റീം ഉണ്ടല്ലോ, ആ ട്രസ്റ്റ്, നമ്മളിൽ തന്നെയുള്ള ആ ഒരു വിശ്വാസം, അത് നിങ്ങൾ കളയാതെ സൂക്ഷിക്കണം. ബട്ട് മേക്ക് അലവൻസ് ഫോർ ദ ഡൗട്ടിങ് ടു. മേക്ക് അലവൻസ് ഫോർ ദ ഡൗട്ടിങ് ടു. നമ്മൾ ഇവിടെ അലവൻസ് എന്നുള്ള ടേമിന് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളൊരു അർത്ഥം കൂടിയുണ്ട് കേട്ടോ. അണ്ടർസ്റ്റാൻഡ് എന്നുള്ളൊരു അർത്ഥം കൂടിയുണ്ട്. മേക്ക് അലവൻസ് ഫോർ ദ ഡൗട്ടിങ് ടു. അവർ ഡൗട്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് തിരിച്ചറിയാനുള്ള തിരിച്ചറിവ് അല്ലെങ്കിൽ വിവേകം നിനക്കുണ്ടാവണം. ഇഫ് യു ക്യാൻ വെയിറ്റ് ആൻഡ് നോട്ട് ബി ടയേർഡ് ബൈ വെയിറ്റിംഗ്. സോ ഇവിടെ പോയിട്ട് പറയുന്നത് ഏത് ക്വാളിറ്റിയെ കുറിച്ചാണ്? ആദ്യത്തെ വരികളിൽ കാംനെസിനെ കുറിച്ച്, സെൽഫ് കോൺഫിഡൻസിനെ കുറിച്ച് പറഞ്ഞെങ്കിൽ ഈ ഒരു ഫസ്റ്റ് സ്റ്റാൻസ് അവസാനിക്കുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ ഒരു മിഡ് ഒക്കെ ആവുമ്പോൾ അദ്ദേഹം പേഷ്യൻസിനെ കുറിച്ചാണ് പറയുന്നത്, ക്ഷമയെ കുറിച്ചാണ്. ഇഫ് യു ക്യാൻ വെയിറ്റ് ആൻഡ് നോട്ട് ബി ടയേർഡ് ബൈ വെയിറ്റിംഗ്, ഉറപ്പായും നീ എന്ത് ചെയ്യണം? വെയിറ്റ് ചെയ്യേണ്ടി വരും, അല്ലെ? ലൈഫിൽ പല സിറ്റുവേഷൻസിലും നമ്മൾ വളരെ പേഷ്യന്റ് ആയിട്ട് ഇരിക്കേണ്ടി വരും. സോ വെയിറ്റ് ആൻഡ് ഡോണ്ട് ബി ടയേർഡ് ഓഫ് വെയിറ്റിംഗ്. വെയിറ്റ് ചെയ്യുന്നതിൽ നിനക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നാൻ പാടില്ല. ഓർ ബീങ് ലൈഡ് അബൌട്ട്, നിന്നെ കുറിച്ച് ആൾക്കാർ കള്ളം പറയും, അല്ലെ? ഡോണ്ട് ഡീൽ ഇൻ ലൈസ്, ആ കള്ളത്തിലൊന്നും പോയി വീണ് കളയരുത്. ഓർ ബീങ് ഹേറ്റഡ്, നിന്നെ ആൾക്കാർ ഉറപ്പായും വെറുക്കും. ഡോണ്ട് ഗീവ് വേ ടു ഹേറ്റിംഗ്, പക്ഷെ വെറുക്കാനുള്ളൊരു കാരണം നീ ഉണ്ടാക്കാൻ പാടില്ല, നീ ആരെയും വെറുക്കാനും പാടില്ല. ആൻഡ് യെറ്റ് ഡോണ്ട് ലുക്ക് ടു ഗുഡ് നോ ടോക്ക് ടു വൈസ്, നീ ഒരുപാട് നല്ലവനായിരിക്കേണ്ട ആവശ്യവുമില്ല, നല്ല ജ്ഞാനിയാണെന്ന് കാണിക്കാൻ, അല്ലെങ്കിൽ വൈസ്, WISE, വൈസ് മീൻസ് ബ്രില്യന്റ്, ആ ബ്രില്യൻസി കാണിക്കാൻ വേണ്ടി നീ ഒരുപാട് കേമത്തരങ്ങളൊന്നും പറയേണ്ട ആവശ്യവുമില്ല. അതാണ് പോയിട്ട് പറഞ്ഞു വെക്കുന്നത്. ഡോണ്ട് ട്രൈ ടു ലുക്ക് ടു ഗുഡ് ആൻഡ് ഡോണ്ട് ട്രൈ ടു ടോക്ക് ടു വൈസ്. ഒരുപാട് നല്ല കാര്യങ്ങൾ പറയാൻ അല്ലെങ്കിൽ ഒരു ക്രൗഡിന് മുന്നിൽ എനിക്ക് ഒരുപാട് അറിവുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി അതിന്റെ ഒന്നും ആവശ്യം ഇല്ല. സോ ഫസ്റ്റ് സ്റ്റാൻസയിൽ തന്നെ ഇഫ് എന്ന് പറയുന്ന ആ ഒരു ടേം റിപ്പീറ്റ് ചെയ്ത് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെയുള്ള ആ ഒരു ടേം റിപ്പിറ്റേഷൻ വരുന്നത് കൊണ്ട് അവിടെ അനഫോറയാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് വേണമെങ്കിൽ ഇറ്റ്സ് ഒരു പൊയറ്റിക് ഡിവൈസ് ആണ് അനഫോറ. ANAPHORA. Anaphora is a repetition of same word at the beginning of lines. നമുക്ക് ഇഫ് എന്നുള്ളത് 3 തവണ തന്നെ ഈ സ്റ്റാൻസിൽ കാണാൻ പറ്റുന്നുണ്ട്. സോ നമുക്ക് അടുത്ത സ്റ്റാൻസിലേക്ക് പോകാം. സെക്കൻഡ് സ്റ്റാൻസ. If you can dream and not make dreams your master, if you can think and not make thoughts your aim, if you can meet with triumph and disaster and treat those two imposters just the same. So if you can dream, ഉറപ്പായും സ്വപ്നം കാണണം, അല്ലെ? ഐ വിൽ ഫ്ലൈയില് അബ്ദുൽ കലാം പറഞ്ഞതുപോലെ ഉറപ്പായും സ്വപ്നം കാണണം, സ്വപ്നം വലുതായിരിക്കണം എന്നൊക്കെ പറയാറുണ്ട്, അല്ലെ? സോ if you can dream and not make dreams your master, സ്വപ്നം ഉറപ്പായും കാണണം, പക്ഷെ സ്വപ്നം നിന്റെ യജമാനനാവാൻ പാടില്ല. നോട്ട് മേക്ക് ഡ്രീംസ് യുവർ മാസ്റ്റർ. സോ സ്വപ്നത്തിന് ജീവനില്ല എന്ന് നമുക്കറിയാം.
പക്ഷെ പോയിറ്റ് ഇവിടെ സ്വപ്നത്തിനെ ഒരു മാസ്റ്ററായി സങ്കല്പിച്ചിരിക്കുന്നത് കൊണ്ട് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പോയറ്റിക് ഡിവൈസ് ഏതാണ്? യെസ്, it is personification. Personification means giving human traits or qualities to an inanimate object. ഹ്യൂമൻ ആട്രിബ്യൂട്ട്സ് ജീവനില്ലാത്ത എന്തിനെങ്കിലും കവികൾ കൊടുക്കാറുണ്ട്. അത് കവിതയുടെ ഭംഗി കൂട്ടാനും അതിന്റെ ഇന്റൻസിറ്റി ഒന്ന് ഹൈ ആക്കാനും വേണ്ടിയിട്ടൊക്കെയാണ്. സോ ഇവിടെ ഡ്രീംസിനെ, നമ്മുടെ സ്വപ്നങ്ങളെ നമ്മുടെ മാസ്റ്റർ ആക്കരുത് എന്ന് പോയിട്ട് പറയുമ്പോൾ അവിടെ പോയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് പേഴ്സോണിഫിക്കേഷൻ ആണ്. മാർക്ക് ചെയ്യണം, പഠിക്കണം. എക്സാമിന് പല തവണയും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ഇഫ് യു ക്യാൻ ഡ്രീം ആൻഡ് നോട്ട് മേക്ക് ഡ്രീംസ് യുവർ മാസ്റ്റർ, നിന്റെ സ്വപ്നങ്ങൾ ഉറപ്പായും നിന്റെ മാസ്റ്റർ ആവാൻ പാടില്ല. ഇഫ് യു ക്യാൻ തിങ്ക്, നീ ചിന്തിക്കുന്നുണ്ടാവും അല്ലെ, ആൻഡ് നോട്ട് മേക്ക് തോട്ട്സ് യുവർ എയിം, പക്ഷെ ചിന്തകൾ നിന്റെ ലക്ഷ്യങ്ങളാവാൻ പാടില്ല. ഇഫ് യു ക്യാൻ മീറ്റ് വിത്ത് ട്രയംഫ് ആൻഡ് ഡിസാസ്റ്റർ, ട്രയംഫ് ആൻഡ് ഡിസാസ്റ്റർ, ട്രയംഫ് മീൻസ് വിക്ടറി, ഡിസാസ്റ്റർ മീൻസ് ട്രാജഡി ഓർ ഫെയില്യൂർ. ട്രയംഫ് നമ്മുടെ വിജയമാണ്, സക്സസ് ആണ്. ഡിസാസ്റ്റർ നമ്മുടെ പരാജയവും ഫെയില്യൂറുമാണ്. സോ ഇഫ് യു ക്യാൻ മീറ്റ് വിത്ത് ട്രയംഫ് ആൻഡ് ഡിസാസ്റ്റർ, കോഴ്സ് നമ്മുടെ ലൈഫിൽ സക്സസും ഫെയില്യൂറും നമ്മൾ കാണും, ഉറപ്പാണ് അല്ലെ. അതിനെ കാണുന്ന സമയത്ത് ട്രീറ്റ് ദോസ് ടു ഇമ്പോസ്റ്റേഴ്സ് ജസ്റ്റ് ദ സെയിം. അതിനെ എന്തുപോലെ കാണണം? സക്സസും ഫെയില്യൂറും ഈക്വൽ ആയിട്ട് നമുക്ക് കാണാൻ പറ്റണം. യു ഷുഡ് വ്യൂ സക്സസ് ആൻഡ് ഫെയില്യൂർ ഈക്വലി. ആൻഡ് ട്രയംഫ് ആൻഡ് ഡിസാസ്റ്റർ എന്നുള്ളത് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഫിഗർ ഓഫ് സ്പീച്ച് ഏതാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? യെസ്, ട്രയംഫ് ആൻഡ് ഡിസാസ്റ്റർ. ആൻഡ് ട്രീറ്റ് ദോസ് ടു ഇമ്പോസ്റ്റേഴ്സ് ജസ്റ്റ് ദ സെയിം. അതിനെ രണ്ട് ഇമ്പോസ്റ്റേഴ്സ് ആയിട്ട് പോയിട്ട് പറഞ്ഞിരിക്കുകയാണ്. സോ ഇമ്പോസ്റ്റേഴ്സ് എന്നുള്ളത് അഗെയിൻ ആക്ടേഴ്സ് അല്ലെങ്കിൽ പ്രിറ്റൻഡേഴ്സ് എന്നൊക്കെയുള്ള ഒരു അർത്ഥത്തിലാണ് നമ്മൾ പറയാറ്. അപ്പോ ട്രയംഫിനെയും ഡിസാസ്റ്ററിനെയും രണ്ട് വേഷം മാറി വന്ന രണ്ട് ആൾക്കാരെ പോലെ സങ്കല്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവരെ ഒരുപോലെ ജസ്റ്റ് ദ സെയിം, എങ്ങനെയാണോ വിജയത്തെ ഹാൻഡിൽ ചെയ്യുന്നത്, സോ അതുപോലെ തന്നെ ഫെയിലുവറിനെയും ഹാൻഡിൽ ചെയ്യണം, ബാലൻസ് ചെയ്യാൻ പറ്റണം. യു ഷുഡ് ഹാവ് ടു ഹാൻഡിൽ ഫെയിലുവർ ആൻഡ് സക്സസ് അറ്റ് ദ സെയിം വേ എന്ന് പോയിട്ട് പറഞ്ഞു വെക്കുന്നു. അവിടെ ഇമ്പോസ്റ്റേഴ്സ് എന്നുള്ളത്, ടു ഇമ്പോസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് രണ്ട് പ്രിറ്റൻഡേഴ്സ് ആയിട്ട് സങ്കല്പിക്കുന്നു, ട്രയംഫിനെയും ഡിസാസ്റ്ററിനെയും. എഗെയിൻ വിജയത്തിനോ പരാജയത്തിനോ ജീവനില്ലെന്ന് നമുക്കറിയാം. ഹ്യൂമൻ ആട്രിബ്യൂട്ട് കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് എഗെയിൻ പേഴ്സോണിഫിക്കേഷൻ ആണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇഫ് യു വെയർ ടു ഹിയർ ദ ട്രൂത്ത് യു ഹാവ് spoken, twisted by knaves to make a trap for fools. If you can bear to hear the truth you have spoken, നിങ്ങൾ പറഞ്ഞ സത്യങ്ങളെ വളച്ചൊടിച്ച് കള്ളമാക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടാവും അല്ലെ. നേവ്സ് എന്നാണ് അവരെ പറഞ്ഞിരിക്കുന്നത്. നേവ്സ് മീൻസ് ഡിസോണസ്റ്റ് മാൻ, ഡിസോണസ്റ്റ് പീപ്പിൾ. അവരുറപ്പായും അത് ട്വിസ്റ്റ് ചെയ്യും. നിങ്ങൾ പറഞ്ഞ സത്യങ്ങളെ ഒക്കെ ട്വിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ദാറ്റ് ഈസ് എന്തിനു വേണ്ടിയിട്ടുള്ള ട്രാപ്പാണെന്നറിയോ? ആർക്ക് വേണ്ടിയിട്ടുള്ള ട്രാപ്പാണെന്നറിയോ? ഇറ്റ് ടു മേക്ക് എ ട്രാപ്പ് ഫോർ ഫൂൾസ്. അത് വിഡ്ഢികൾക്ക് വേണ്ടിയിട്ടുള്ള ട്രാപ്പാണ്. മക്കൾ എന്ത് ചെയ്യരുത്? അതിൽ പോയി വീടരുത്. ഓർ വാച്ച് ദ തിങ്സ് യു ഗേവ് യുവർ ലൈഫ് ടു ബ്രോക്കൺ. നിങ്ങൾ ജീവിതം തന്നെ കൊടുത്ത് നേടിയെടുത്തതെല്ലാം ബ്രോക്കൺ ആയെന്ന് വിചാരിക്കുക, പൊട്ടിപ്പോയെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫെയിലിയർ സംഭവിച്ചെന്ന് വിചാരിക്കുക. ദാറ്റ് ഈസ് you work hard to get certain things done. നിങ്ങൾ നേടിയെടുത്തതൊക്കെ അതൊക്കെ ബ്രോക്കൺ ആവുന്നത് കാണാനും പറ്റണം, കാമായിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യാനും പറ്റണം. So and stoop and build them up with worn out tools. So you must get ready to build them up using old tools. നിങ്ങൾ ഉപയോഗിച്ച് പഴയതായി പോയ ആ വോൺ ഔട്ട് ടൂൾസ് തന്നെ എടുത്ത് വീണ്ടും ഒന്നേന്ന് തുടങ്ങാൻ നിങ്ങൾക്ക് പറ്റണം. സോ സെക്കൻഡ് സ്റ്റാൻസയിൽ പേഷ്യൻസിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്, നമ്മുടെ ക്ഷമയെ കുറിച്ച് പറയുന്നുണ്ട്, എങ്ങനെയാണ് ട്രയംഫിനെയും ഡിസാസ്റ്ററിനെയും സക്സസിനെയും ഫെയിലുവറിനെയും ഹാൻഡിൽ ചെയ്യേണ്ടത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അല്ലെ, ഒരേപോലെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം, ബാലൻസ് ചെയ്യാൻ പറ്റണം. സോ തേർഡ് സ്റ്റാൻസിലേക്ക് പോകാം. ഇവിടെ നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത് രണ്ട് ഇമ്പോസ്റ്റേഴ്സ് ആയിട്ട് ട്രയംഫിനെയും ഡിസാസ്റ്ററിനെയും പറഞ്ഞിരിക്കുന്നു, ഡ്രീമിനെ മാസ്റ്റർ ആയിട്ട് പറഞ്ഞിരിക്കുന്നു. പേഴ്സോണിഫിക്കേഷൻ എന്നുള്ള ടേം മറക്കാതെ മാർക്ക് ചെയ്ത് വെക്കുക.
So, third stanza വരുമ്പോ, if you can make one heap of all your winnings and risk it on one turn of pitch and toss, and lose and start again at your beginnings, and never breathe a word about your loss. If you can force your heart and nerve and sinew to serve your turn long after they are gone, and so hold on when there is nothing in you except the will which says to them, hold on. So if you can make one heap of all your winnings, നമ്മള് ഗാംബ്ലിംഗ് എന്ന് പറയുന്ന ഗെയിം നിങ്ങൾക്ക് അറിയായിരിക്കും. ദാറ്റ് ഈസ് ഗെയിം ഓഫ് ചാൻസ്. ഒരു പകിട കളി അല്ലെങ്കിൽ ചൂത് കളി എന്നൊക്കെ പറയുന്ന കളി നമ്മുടെ ഒരു ചാൻസ് ആണ് അല്ലെ. ലക്ക് ഉള്ളവർക്ക് കിട്ടും എന്നുള്ളൊരു അവസ്ഥയാണ്. അപ്പൊ അങ്ങനെ ഒരു ഗെയിമിനെ കുറിച്ച്, പിച്ച് ആൻഡ് ടോസിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഇഫ് യു ക്യാൻ മേക്ക് വൺ ഹിപ്പ് ഓഫ് ഓൾ യുവർ വിന്നിങ്സ്, നീ കഷ്ടപ്പെട്ടുണ്ടാക്കിയ നിന്റെ ഹാർഡ് വർക്കിന്റെ ഫലമായി നീ ഉണ്ടാക്കിയതെല്ലാം നീ എന്ത് ചെയ്യാണ്, പിച്ച് ആൻഡ് ടോസ് ഗെയിമിലേക്ക് വെക്കാൻ പോവാണ്. ആൻഡ് റിസ്ക് ഇറ്റ് ഓൺ വൺ ടേൺ ഓഫ് പിച്ച് ആൻഡ് ടോസ്. സോ നമ്മൾ ടോസ് ഇട്ട് നമ്മുടെ വിജയം അല്ലെങ്കിൽ ആരാണ് ആദ്യം ബാറ്റ് ചെയ്യുക എന്നൊക്കെ, ഗെയിമിൽ ആരാണ് സ്റ്റാർട്ട് ചെയ്യുക എന്നൊക്കെ നമ്മൾ ചെയ്യാറുണ്ടല്ലോ ടോസ് ഇട്ട്. ലൈക്ക് വൈസ് ഈ ഒരു ഗാംബ്ലിങ്ങില് നിന്റെ എല്ലാ വിന്നിങ്സും നീ റിസ്കിൽ വെക്കുന്നു ആൻഡ് ലൂസ്, എല്ലാം നഷ്ടപ്പെടുന്നു. ആൻഡ് സ്റ്റാർട്ട് അഗെയിൻ അറ്റ് യുവർ ബിഗിനിങ്സ്. പോയിട്ട് മകനോട് പറയാണ്, അങ്ങനെ നഷ്ടപ്പെട്ടാലും നീ എന്ത് ചെയ്യണം, യു മസ്റ്റ് സ്റ്റാർട്ട് അഗെയിൻ. നെവർ ഗീവ് അപ്പ് എന്നൊരു സന്ദേശമാണ്. ആൻഡ് നെവർ ബ്രീത്ത് എ വേർഡ് അബൌട്ട് യുവർ ലോസ്. നഷ്ടങ്ങളെ കുറിച്ച് മറ്റാരോടും പറയാൻ പാടില്ല. സോ നെവർ ബ്രീത്ത് എ വേർഡ് അബൌട്ട് യുവർ ലോസ്. ഒരു കാരണവശാൽ നിന്റെ നഷ്ടങ്ങളെ കുറിച്ച് നീ ആരോടും പറയരുത്. യു മേ ലൂസ് ദ എൻറ്റയർ തിങ്സ് ബട്ട് സ്റ്റാർട്ട് അഗൈൻ വിതൗട്ട് ടെല്ലിങ് എനിബഡി അബൌട്ട് യുവർ ലോസ്. അങ്ങനെ പറയുന്നത് കൊണ്ട് നമുക്കേ ഉള്ളൂ നഷ്ടം, കേൾക്കുന്നവർക്ക് അത് ഹാപ്പിനെസ് കൊടുക്കുന്ന ഒരു കാര്യമായി മാറും. സോ ഇഫ് യു ക്യാൻ ഫോഴ്സ് യുവർ ഹാർട്ട് ആൻഡ് നെർവ് ആൻഡ് സ്ന്യൂ, സോ കണ്ടിന്യൂ ഡൂയിങ് യുവർ ഹാർഡ് വർക്ക്. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇഫ് യു ക്യാൻ ഫോഴ്സ് യുവർ ഹാർട്ട്, നിന്റെ ഹൃദയത്തോട്, നിന്റെ നെർവ്സിനോട്, നിന്റെ ഞരമ്പുകളോട്, നിന്റെ സ്ന്യൂ മീൻസ് സംതിങ് ദാറ്റ് ഗീവ് സ്ട്രെങ്ത് ആൻഡ് സപ്പോർട്ട് എന്നുള്ളതാണ്. ആ ശക്തി, ആ കരുത്ത്, ഒരു നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു കരുത്തില്ലേ, ഈ ഓൾ ബോഡിയും കൂടെ നമുക്കൊരു കരുത്ത് തരില്ലേ, അതിനെ കുറിച്ചാണ് പറയുന്നത്. ടു സെർവ് യുവർ ടേൺ ലോങ് ആഫ്റ്റർ ദേ ആർ ഗോൺ. എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞു, നിന്നെ സെർവ് ചെയ്യാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നതിന് നിന്റെ ഹൃദയവും നിന്റെ ശരീരവും ഒക്കെ നീ അതിനെ ഫോഴ്സ് ചെയ്യണം. ആൻഡ് സോ ഹോൾഡ് ഓൺ വെൻ ദേ ആർ നത്തിങ് ഇൻ യു. വെൻ ദർ ഈസ് നത്തിങ് ഇൻ യു, നിന്നിൽ ഒന്നും ഇല്ലാന്ന് വിചാരിക്കാം. നീ നേടിയെടുത്തതൊക്കെ നഷ്ടപ്പെട്ട് നിൽക്കുന്ന നിന്നോട് നിന്റെ ഹൃദയം ഉറപ്പായും ഇങ്ങനെ പറയും അല്ലെ, നിന്റെ ഹൃദയത്തിലുള്ള വിൽ പവർ, accept the will which says to them hold on. സോ നമ്മുടെ ആ ഒരു വിൽ പവറിനെ കുറിച്ച് പറയുന്ന ഒരു സ്റ്റാൻസയാണിത്. വിൽ പവർ ഉറപ്പായും ഹോൾഡ് ഓൺ എന്ന് പറയും അല്ലെ. നെവർ ഗീവ് അപ്പ് എന്നുള്ള ഒരു സന്ദേശം തന്നെയാണ്. ദാറ്റ് ഈസ് കണ്ടിന്യൂ ടു ഹോൾഡ് ഓൺ ഈവൻ യു ഹാവ് നത്തിങ് ലെഫ്റ്റ് എക്സെപ്റ്റ് യുവർ വിൽ. ദാറ്റ് ഈസ് വിൽ പവർ. നമ്മൾ പറയാറുണ്ട് അല്ലെ, there is a will, there is a way. ഉറപ്പായും ആത്മധൈര്യത്തിന്, ആ വിൽ പവറിന് ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള മിറാക്കിൾസ് കാണിക്കാനുള്ള പവർ ഉണ്ട്. സോ our last answer. If you can talk with crowds and keep your virtue, or walk with kings nor lose the common touch, if neither foes nor loving friends can hurt you, if all men count with you but none too much, if you can fill the unforgiving minute with 60 seconds worth of distance run, yours is the earth and everything that's in it, and which is more, you will be a man, my son. സോ നമ്മുടെ പോയിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അഡ്വൈസസ് കൊടുത്ത് വരാണ് അല്ലെ. സെൽഫ് കോൺഫിഡൻസിനെ കുറിച്ച്, കാംനെസിനെ കുറിച്ച്, പേഷ്യൻസിനെ കുറിച്ച്, വിൽ പവറിനെ കുറിച്ച്, ഹൗ ടു ഹാൻഡിൽ സക്സസ് ആൻഡ് ഫെയിലിയർ എന്നതിനെ കുറിച്ച് അവസാനത്തെ സ്റ്റാൻസിൽ അദ്ദേഹം പറയുന്നു, ഇഫ് യു ക്യാൻ ടോക്ക് വിത്ത് ക്രൗഡ്സ് ആൻഡ് കീപ് യുവർ വെർച്യു. നീ ക്രൗഡ്സിനോട്, ക്രൗഡ് എന്ന് പറയുന്ന ഒരു ജനക്കൂട്ടത്തെ നമ്മൾ പറയുന്നതാണ് അല്ലെ. ഇത് കോമൺ മാൻ എന്നുള്ള അർത്ഥത്തിലാവാം. കോമൺ മാനിനോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരോട് സംസാരിക്കുമ്പോഴും എല്ലാവരോടും സംസാരിക്കണം നീ. ബട്ട് യു മസ്റ്റ് കീപ് യുവർ വെർച്യു. നിന്റെ നന്മയെ നീ സൂക്ഷിക്കണം. ഓർ വാക്ക് വിത്ത് കിങ്സ്. ഇനി നീ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒപ്പം നടക്കാൻ സിറ്റുവേഷൻ നിനക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നീ വെൻ യു ആർ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേഴ്സൺ ആയി മാറുന്നു, നീ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴും
nor lose the common touch. സാധാരണക്കാരെ ആ ഹ്യൂമിലിറ്റി നീ കൈവിടരുത്, ആ വിനയം നിന്റെ കയ്യിൽ നിന്ന് കൈമോശം വരരുത്. ഇഫ് നെയ്തർ ഫോഴ്സ് നോർ ലവിംഗ് ഫ്രണ്ട്സ് ക്യാൻ ഹേർട്ട് യു. നമ്മുടെ എനിമി, ഫോഴ്സ് മീൻസ് എനിമി, ലവിംഗ് ഫ്രണ്ട്സ് നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സ്, ആർക്കും നിന്നെ ഹേർട്ട് ചെയ്യാൻ പറ്റരുത്. ഇഫ് നെയ്തർ ഫോഴ്സ് നോ ലവിംഗ് ഫ്രണ്ട്സ് ക്യാൻ ഹേർട്ട് യു, ഇഫ് ഓൾ മെൻ കൗണ്ട് വിത്ത് യു. പക്ഷെ നീ എല്ലാവരെയും പരിഗണിക്കണം അല്ലെ, എല്ലാവർക്കും ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ബട്ട് നൺ ടു മച്ച്. പക്ഷെ ആർക്കും ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പാടില്ല. ഇഫ് യു ക്യാൻ ഫിൽ ദ അൺഫോർഗിവിംഗ് മിനിറ്റ് വിത്ത് 60 seconds worth of distance run. So if you can fill the unforgiving minute, it's a metaphorical expression. മെറ്റഫോറിക്കൽ എക്സ്പ്രഷൻ എന്ന് പറയുമ്പോഴും അൺഫോർഗിവിംഗ് എന്നുള്ള ടേം, ക്ഷമിക്കാൻ കഴിയാത്തത് എന്നുള്ള അർത്ഥം വരുന്നത് കൊണ്ട് വി ക്യാൻ സിംബോളിക് ആയിട്ട് നമുക്ക് പറയുമ്പോൾ അവിടെ പേഴ്സോണിഫിക്കേഷനും ആപ്ലിക്കബിൾ ആണ്. ക്ഷമിക്കാൻ കഴിയുന്നത് മനുഷ്യനാണ്, അത് മനുഷ്യന്റെ ഒരു ട്രേറ്റ് ആയതുകൊണ്ട് തന്നെ യു ക്യാൻ മെറ്റഫർ എന്ന് പറഞ്ഞാലും പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാലും ഓൾമോസ്റ്റ് ദ സെയിം എഫക്ട് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ടേംസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അൺഫോർഗിവിംഗ് മിനിറ്റ് ഓഫ് 60 seconds, ഒരു മിനിറ്റിന്റെ വാല്യൂ നീ അറിയണം എന്ന് പറയുന്നത് കൊണ്ട് യു മസ്റ്റ് നോ ദ വാല്യൂ ഓഫ് ടൈം, അല്ലെങ്കിൽ പ്രഷ്യസ് ആണ്, ടൈം പ്രഷ്യസ് ആണെന്ന് പറയുന്ന ആ ഒരു സാധാരണ നമ്മൾ പറയുന്ന ക്ലീഷേ ഡയലോഗാണ് അല്ലെ, ടൈം ആൻഡ് ടൈഡ് വെയിറ്റ് ഫോർ നൺ. That is what he is explaining. Worth of distance run. ഒരു അത്ലറ്റിക് മീറ്റിലൊക്കെ നമുക്ക് ഒരു മിനിറ്റിന്റെ വാല്യൂ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഒരു ചെറിയ ജസ്റ്റ് ഒരു സെക്കൻഡിന്റെ വ്യത്യാസത്തിലൊക്കെ എന്താ ഗോൾഡ് കിട്ടേണ്ട ആൾക്ക് സിൽവർ കിട്ടേണ്ട ആൾക്ക് ബ്രോൺസും ഒക്കെ കിട്ടുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്നത് നമ്മൾ കാണുന്നതാണ് അത്ലറ്റിക് മീറ്റ് ഒക്കെ കാണുമ്പോൾ. സോ ആ ഒരു ഡിസ്റ്റൻസ് റണ്ണില് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഒരു 60 സെക്കൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈച്ച് ആൻഡ് എവറി മിനിറ്റ് ഈസ് ഇമ്പോർട്ടന്റ്. നീ നിന്റെ ടൈം വൈസ് ആയിട്ട് യൂസ് ചെയ്യുക, യൂസ് യുവർ ടൈം വൈസ്ലി. ദാറ്റ് ഈസ് വാട്ട് അവർ പോയറ്റ് ഗീവ് വൺ അഡ്വൈസ് ടു ഹിസ് സൺ. യുവേഴ്സ് ഈസ് ദ എർത്ത് ആൻഡ് എവറിഥിങ് ദാറ്റ്സ് ഇൻ ഇറ്റ്. നീ അങ്ങനെയൊക്കെ ചെയ്യുമ്പോ, ഈ പറഞ്ഞ എല്ലാ കണ്ടീഷൻസും ഫുൾഫില്ല് ചെയ്യുമ്പോ നിന്റേതാകും ഈ ഭൂമി, അതുപോലെ ഭൂമിയിലുള്ള എല്ലാം. ആൻഡ് വിച്ച് ഈസ് മോർ യു വിൽ ബി എ മാൻ മൈ സൺ. അതിനുമൊക്കെ ഉപരി നീ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള മാനായി മാറും മകനെ. നീ ഒരു പെർഫെക്റ്റ് മാനായി മാറുന്ന സമയമാണിത്. പോയിട്ട് ഈ ഒരു 4 സ്റ്റാൻസയിലായിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു സെറ്റ് ഓഫ് അഡ്വൈസസ് തരുന്ന ഒരു പോയമാണ് നമ്മുടെ ഇഫ്. സോ നമുക്കൊരു റീക്യാപ്പ് പോലെ അല്ലെങ്കിൽ ഒരു സമ്മപ്പ് പോലെ ഒരു സമ്മറി ഒന്ന് നോക്കാം. എല്ലാ സ്റ്റാൻസയിലും എന്താ പറയുന്നതെന്ന് അതിന്റെ ഒരു ജിസ്റ്റ് ഒന്ന് നോക്കി നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സോ പോയം മനസ്സിലായെന്ന് വിചാരിക്കും. So if by Rudyard Kipling, here a father is advising his son, stanza number 1, maintain your coolness when people around you have lost it and blame you for the situation. സിറ്റുവേഷന്റെ പേരിൽ നിങ്ങളെ ബ്ലെയിം ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് ഒട്ടും തന്നെ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകാതെ കൂൾനെസ് കീപ്പ് ചെയ്ത് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റണം. ട്രസ്റ്റ് യുവർ സെൽഫ് വെൻ ഓൾ പീപ്പിൾ ഡൗട്ട് യു. എല്ലാവരും നിങ്ങളെ ഡൗട്ട് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് സ്വന്തമായ ഒരു വിശ്വാസം ഉണ്ടാവണം. ബട്ട് ഗീവ് അലവൻസ് ഫോർ ദ ഡൗട്ടിങ്. അവരെന്തിനാണ് നിങ്ങളെ ഡൗട്ട് ചെയ്യുന്നത് എന്നുള്ളത് തിരിച്ചറിയാനുള്ള ഒരു കഴിവ് ഉണ്ടാവണം. വെയിറ്റ് ആൻഡ് ഡോണ്ട് ബി ടയർഡ് ബൈ ഓഫ് വെയിറ്റിംഗ്. ഒരു ഉറപ്പായും പേഷ്യൻസ്, ബി പേഷ്യന്റ്. And when people tell you lies, don't follow their example. കള്ളം പറയും ആൾക്കാരല്ലേ, അവരെ ഫോളോ ചെയ്യാൻ പാടില്ല. And people may hate you, but don't hate them. ആൾക്കാർ നിന്നെ വെറുക്കുന്നുണ്ടാവും, പക്ഷെ അവരെ വെറുക്കാൻ പാടില്ല. Don't try to look too good and don't try to talk too wise. നമ്മൾ പോയത്തിൽ പറഞ്ഞത് തന്നെയാണ്, ഒരുപാട് നല്ലവനാവാനും ഒരുപാട് നല്ല കാര്യങ്ങൾ സംസാരിക്കാനും ഒന്നും പോവാൻ പാടില്ല. Stanza number 2. You should dream, but do not make dreams your master. ഉറപ്പായും നിന്റെ മാസ്റ്റർ നിന്റെ സ്വപ്നമാവരുത്, നീ ആയിരിക്കണം മാസ്റ്റർ അല്ലെ. You should think, but don't make your thoughts your aim. നീ ഉറപ്പായും ചിന്തിക്കണം, പക്ഷെ ചിന്തകളിലൂടെ നീ വഴിവിട്ട് നടന്നു പോകരുത്, അതാവരുത് നിന്റെ ലക്ഷ്യം. You should have an aim അല്ലെ. നിനക്ക് പ്രത്യേകമായ ഒരു എയിം ഉണ്ടാവണം, നിന്റെ ചിന്തകളിൽ നിന്റെ ലക്ഷ്യം കൃത്യമായി ഉണ്ടാവണം. You should view success and failure equally. You may say truth, but dishonest people may twist them and use them to trap fools.
ഫൂൾസിനെ ട്രാപ്പിലാക്കാൻ ഡിസോണസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ പറയുന്ന സത്യത്തിനെ ട്വിസ്റ്റ് ചെയ്ത് കള്ളമാക്കി മാറ്റും. സോറി, ആ സമയത്ത് അത് ഫൂൾസിനുള്ള ട്രാപ്പാണെന്ന് തിരിച്ചറിയാൻ നിനക്ക് പറ്റണം. You work hard to get certain things done, but you find them broken. Then you get ready to build them up using old tools. So never give up. Just do your work. അല്ലെ? അതാണ് സെക്കൻഡ് സ്റ്റാൻസിൽ പറയുന്നത്. So third stanza, collect all your winnings and risk them on one turn of the dice. ഡൈസ് അല്ലെ, നമ്മൾ പകിട കളിക്കുമ്പോ അങ്ങനെയൊക്കെയുള്ള ഗാംബ്ലിംഗ് ഗെയിമിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഡൈസ്. അങ്ങനെ ഡൈസ് ഒന്ന് തിരിക്കുമ്പോ ആ റിസ്കിൽ നിങ്ങളുടെ എല്ലാ വിന്നിങ്സും നഷ്ടപ്പെട്ടു പോയാലും യു മേ ലൂസ് ദ എൻറ്റയർ തിങ് ബട്ട് സ്റ്റാർട്ട് അഗൈൻ വിതൗട്ട് ടെല്ലിംഗ് എനിബഡി അബൌട്ട് യുവർ ലോസ്. നിന്റെ നഷ്ടങ്ങളെ കുറിച്ച് ഷെയർ ചെയ്യാതിരിക്കുക. കണ്ടിന്യൂ ഡൂയിങ് യുവർ വർക്ക് ഈവൻ വെൻ അതേഴ്സ് ഹാവ് അബാൻഡൻഡ് ദെയേഴ്സ്. എല്ലാവരും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നിരാശ സംഭവിക്കുമ്പോ തകർന്നിരിക്കുന്ന ആൾക്കാരുണ്ട് അല്ലെ. അങ്ങനെ ഇരിക്കുന്നവരെ നോക്കണ്ട. നീ എന്ത് ചെയ്യുക? കണ്ടിന്യൂ ഡൂയിങ് യുവർ വർക്ക് ഈവൻ വെൻ അതേഴ്സ് ആർ അബാൻഡൻഡ് ദെയേഴ്സ്. മറ്റുള്ളവരൊക്കെ ഉപേക്ഷിച്ചെങ്കിലും അവരുടെ വർക്കൊക്കെ അവർ വേണ്ടെന്ന് വെച്ചെങ്കിലും നീ കണ്ടിന്യൂ ചെയ്യുക. കണ്ടിന്യൂ ടു ഹോൾഡ് ഓൺ ഈവൻ യു ഹാവ് നത്തിങ് ലെഫ്റ്റ് എക്സെപ്റ്റ് യുവർ വിൽ. നിന്റെ വിൽ പവർ മാത്രം മതി നിനക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. സ്റ്റാൻസ നമ്പർ 4 ആൻഡ് ദ ലാസ്റ്റ് സ്റ്റാൻസ. Keep talking with the crowds but maintain your virtue. Walk with kings but don't lose the common touch. Neither your friends nor your enemies should be able to hurt you. നീ സംസാരിക്കണം അല്ലെ, നിന്റെ വേർച്യു കൈമോശം വരാതെ എല്ലാവരോടും സംസാരിക്കണം. രാജാക്കന്മാരോട് സംസാരിക്കുമ്പോഴും കോമൺ ടച്ച്, സാധാരണക്കാരെ മറന്നു പോകരുത്. Neither your friends nor your enemies should be able to hurt you. നിന്റെ സുഹൃത്തുക്കൾക്കും നിന്റെ ശത്രുക്കൾക്കും നിന്നെ ഹേർട്ട് ചെയ്യാൻ സാധിക്കരുത്. ഓൾ മെൻ ഷുഡ് ബി ഏബിൾ ടു കൗണ്ട് ഓൺ യുവർ ഹെൽപ്പ്. നിന്റെ സഹായം നീ എല്ലാവരിലും ഈക്വലി എത്തിക്കാൻ ശ്രമിക്കണം. ബട്ട് നോബഡി ഷുഡ് എക്സെപ്റ്റ് ടു മച്ച് ഫ്രം യു. എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല അല്ലെ. ഒരാളും നിന്നിൽ നിന്ന് അധികമായി എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. ദാറ്റ് മീൻസ് നമ്മൾ ഒരാൾക്ക് മാത്രം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പാടില്ല. യു ഷുഡ് യൂസ് ടൈം ഇഫക്റ്റീവ്ലി ആൻഡ് നെവർ വേസ്റ്റ് എ മിനിറ്റ്. ആൻഡ് വാല്യൂ ഓഫ് ടൈം ആണ് ലാസ്റ്റ് ആൻസറിൽ പറയുന്നത്. അൺഫോർഗിവിംഗ് മിനിറ്റ് എന്നുള്ളത് ഒരു മെറ്റഫോറിക് എക്സ്പ്രഷൻ ആണ്. There our poet uses metaphor. If you can do all the above things, the earth and everything in it is yours. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ ഈ കണ്ടീഷൻസ് എല്ലാം ഫുൾഫിൽ ചെയ്യുന്ന സമയത്ത് ഈ ഭൂമി തന്നെ നിന്റേതാകും, അതിലുള്ളത് ഒക്കെയും നിന്റേതാകും. ഹി വിൽ ബി എ സക്സസ്ഫുൾ മാൻ ഓൺ എർത്ത്. അങ്ങനെ അവൻ എന്തായി മാറും? ഈ ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള ആളായിട്ട്, ഒരു പെർഫെക്റ്റ് മാൻ ആയിട്ട് മാറും. ഹിയർ ഫാദർ advises his son how to be a perfect man. സോ ഇഫ് എന്ന് പറയുന്ന പോയം ഒരു ഡൈഡാക്ടിക് പോയം ആണെന്നും അതുപോലെ ഇഫ് എന്ന് പറയുന്ന പോയത്തില് ഒട്ടനവധി കണ്ടീഷൻസ് കൊടുത്തിട്ടുണ്ടെന്നും ഇറ്റ്സ് എ സീരീസ് ഓഫ് അഡ്വൈസസ് ആണെന്നും ഒക്കെ നിങ്ങൾക്ക് അറിയണം. അത് 4 സ്റ്റാൻസയുള്ള ഒരു പോയം ആണെന്നും ഒരു ബ്രില്യന്റ് വർക്ക് ആണെന്നും ഒക്കെ നിങ്ങൾക്ക് എക്സാമിന് എഴുതാൻ പറ്റണം. സോ ഈ ഒരു സമ്മറിയും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ.